PSC പേജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC നടത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് ഉതകുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഈ വീഡിയോകളിലൂടെ ഈ ചാനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 3 വീഡിയോകളായി ചില സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചു. അത് നിങ്ങൾ നോട്ട് ചെയ്ത് ആവർത്തിച്ച് പഠിക്കുന്നത് നിങ്ങളുടെ എക്സാമിന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്? വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്? എത്ര തരം ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്? ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേഷൻസ് ത്രൂ സെൻസസ് മെത്തേഡ്, ഇൻവെസ്റ്റിഗേഷൻ ത്രൂ സാമ്പിൾ മെത്തേഡ്. 2 തരം ഇൻവെസ്റ്റിഗേഷൻസ് ആണുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ ത്രൂ സെൻസസ് മെത്തേഡ്, ഇൻവെസ്റ്റിഗേഷൻ ത്രൂ സാമ്പിൾ മെത്തേഡ്. നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് സെൻസസ് മെത്തേഡ് ഇംപ്ലൈ? വാട്ട് ഡസ് census method imply? Answer, census method means to include each and every unit or object of the population under reference for enquiry or observation. Census method means to include each and every unit or object of the population under reference for enquiry or observation. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, to know the national income, we have to include every individual or unit which contributes towards the national income. സെൻസസ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ ഈച്ച് ആൻഡ് എവരി യൂണിറ്റ് ഓർ ഒബ്ജക്റ്റ് ഓഫ് ദി പോപ്പുലേഷൻ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് സെൻസസ് മെത്തേഡിൻ്റെ പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സെൻസസ് സർവേയുടെ ഒരു ഡെഫിനീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കാണാത്തവർ അത് പോയിട്ട് കാണുക. ഇതായിരുന്നു ഡെഫിനീഷൻ. എ സർവേ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഓഫ് ദി പോപ്പുലേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ് സെൻസസ് സർവേ? എ സർവേ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ of the population is known as dash, census survey. അപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡാണ് സെൻസസ് മെത്തേഡ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മീൻ ബൈ ഇൻവെസ്റ്റിഗേഷൻ ത്രൂ സാമ്പിൾ മെത്തേഡ്? വാട്ട് ഈസ് മീൻ ബൈ ഇൻവെസ്റ്റിഗേഷൻ ത്രൂ സാമ്പിൾ മെത്തേഡ്? ഇൻ സാമ്പിൾ മെത്തേഡ്, an investigation has to select some units from the population about which conclusions have to be drawn and taken observations on the selected units. ഇവിടെ സാമ്പിൾ മെത്തേഡിൻ്റെ പ്രത്യേകത, സം യൂണിറ്റ്സ്, അതിന് യോജിച്ച പോപ്പുലേഷനിൽ നിന്ന് യോജിച്ച യൂണിറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. In sample method, an investigation has to select some units from population about which conclusions have to be drawn and take observations on the selected units. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, to know the average age at marriage, an investigator selects an adequate number of married couples and arrive at an average age of marriage which is considered to be the average age of marriage for the whole population. എന്താണ് പറഞ്ഞത്? ടു നോ ദി ഏവറേജ് ഏജ് അറ്റ് ദി മാരേജ്. ഏവറേജ് ഏജ് ഓഫ് മാരേജ് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റർ എടുക്കുക, അഡ്യൂക്കേറ്റ് നമ്പർ, അതായത് യോജിച്ച മാരീഡ് കപ്പിൾസിൽ നിന്നാണ് അത് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഒരു ഏവറേജ് ഏജ് ഓഫ് മാരേജിലേക്ക് എത്തുന്നു. അതാണ് ഇവിടെ എന്ത് സാമ്പിൾ മെത്തേഡിൻ്റെ പ്രത്യേകത. കിട്ടിയോ? ഇതാണ് സാമ്പിൾ മെത്തേഡിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് വൺ, മെൻഷൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. നമ്മൾ കണ്ടു, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടു വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അത് 2 മെത്തേഡാണ്, സെൻസസ് മെത്തേഡും സാമ്പിൾ മെത്തേഡും. സെൻസസ് മെത്തേഡിലും സാമ്പിൾ മെത്തേഡിലും
യൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണ്, അതാണ് ഈ ക്വസ്റ്റ്യൻ. മെൻഷൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. ഫസ്റ്റ് വൺ എന്താ? സർവേസ് ഓർ എക്സ്പെരിമെൻറ്റ്സ്, സർവേസ് ത്രൂ സെൻസസ് ഓർ സാമ്പിൾ എൻക്വയറി, കോൺഫിഡൻഷ്യൽ ഓർ ഓപ്പൺ എൻക്വയറി, ഒറിജിനൽ ഓർ റിപ്പീറ്റേറ്റീവ് എൻക്വയറി, direct or indirect inquiry, regular or ad hoc inquiry, limited or extensive inquiry. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് സർവീസ് ഓർ എക്സ്പെരിമെൻറ്റ്സ്, സർവീസ് ത്രൂ സെൻസസ് ഓർ സാമ്പിൾ എൻക്വയറി, കോൺഫിഡൻഷ്യൽ ഓർ ഓപ്പൺ എൻക്വയറി, ഒറിജിനൽ ഓർ റിപ്പീറ്റേറ്റീവ് എൻക്വയറി, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എൻക്വയറി, റെഗുലർ ഓർ ആഡ് ഹാക്ക് എൻക്വയറി. മീൻസ് തുടർന്നു പോകുന്ന, അതായത് റെഗുലർ ആയിട്ടുള്ള എൻക്വയറി ആവാം, അല്ലെങ്കിൽ പ്രത്യേക ഒരു ആവശ്യത്തിന്, ആഡ് ഹാക്ക് എൻക്വയറി, പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന എൻക്വയറി ആവാം. നെക്സ്റ്റ് വൺ ലിമിറ്റഡ് ഓർ എക്സ്റ്റെൻസീവ് എൻക്വയറി. ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ലിമിറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള എൻക്വയറി ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് എൻക്വയറി, ഒരു സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശാലമായിട്ടുള്ള എൻക്വയറി ആയിരിക്കാം. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ, ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന്, കേരള PSC നടത്തുന്ന എക്സാമിന് പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക, നന്നായി റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, PSCയുമായിട്ടുള്ള ബന്ധപ്പെട്ട എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക, അത് അവർക്കൊരു ഹെൽപ്പായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.